പീറ്റേഴ്സ് ബസിലിക്കായുടെ ഉള്ളിലേക്ക് സംവഹിക്കപ്പെടുകയാണ്. ലോകത്തിന് പ്രത്യാശയുടെ താരകമായി ജ്വലിച്ചു നിന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ ഇപ്പോൾ ഏതാണ്ട് മധ്യാഹ്ന സമയമായപ്പോൾ തൻ്റെ അന്ത്യയാത്രയ്ക്കായി സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ അകത്തളങ്ങളിലേക്ക് സംവഹിക്കപ്പെടുന്നു. കർദിനാളന്മാരും പൗരസ്ത്യ സഭാതലവന്മാരും മെത്രാന്മാരും സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിലേക്ക് പരിശുദ്ധ പിതാവിന് അകമ്പടി സേവിച്ചുകൊണ്ട് നീങ്ങുകയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുടെ ഭൗതികദേഹം ബഹുമാന പുരസ്സരം സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ പടവുകളിലൂടെ ബസിലിക്കായ്ക്കുള്ളിലേക്ക് സംവഹിക്കപ്പെടുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും ഏകദേശം 4 കിലോമീറ്ററോളം ദൂരത്തുള്ള സാങ്ത മരിയ മയോരെ ബസിലിക്കയിലേക്കുള്ള അന്ത്യയാത്ര ആരംഭിക്കും. ആ യാത്ര കടന്നു പോകുന്ന വഴികളിലെല്ലാം വിശ്വാസ സമൂഹം പരിശുദ്ധ പാപ്പായ്ക്ക് വിട ചൊല്ലിക്കൊണ്ട് സന്നിഹിതരായിരിക്കും. പാവങ്ങളെ ഏറെ സ്നേഹിച്ച പരിശുദ്ധ പാപ്പ തൻ്റെ അന്ത്യയാത്ര സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് മരിയ മയോരെ ബസിലിക്കയിലേക്ക് എത്തുമ്പോൾ ആ കവാടത്തിൽ പാപ്പായുടെ മൃതദേഹം സ്വീകരിക്കുക, റോമിലും പ്രാന്തപ്രദേശങ്ങളിലും നിന്ന് കടന്നു വരുന്ന പാവപ്പെട്ടവരും നിർധനരും നിരാലംബരും ദരിദ്രരുമായ സഹോദരങ്ങളായിരിക്കും. അവരുടെ സാന്നിധ്യവും അവരുടെ സഹവാസവും പരിശുദ്ധ പാപ്പ എപ്പോഴും വിലമതിച്ചിരുന്നു. അവരെ ഏറെ പാപ്പ സ്നേഹിച്ചിരുന്നു. അതിൻ്റെ അടയാളമായി, ആ സ്നേഹത്തിന് പ്രതിസ്നേഹമായി ഇന്ന് പാപ്പായെ പിതാവിൻ പക്കലേക്ക് മടക്കി അയക്കുന്നത് പാവപ്പെട്ട സഹോദരങ്ങളായിരിക്കും. അവരുടെ കരങ്ങളിൽ ഏന്തപ്പെട്ടായിരിക്കും പരിശുദ്ധ പാപ്പ മേരി മേജർ ബസിലിക്കയിലേക്ക് പ്രവേശിക്കുക. ഇപ്പോൾ പരിശുദ്ധ പാപ്പായുടെ ഭൗതിക ദേഹമടങ്ങിയ പേടകം സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ നാം കാണുക സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ ഉൾഭാഗമാണ്. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ മധ്യത്തിലൂടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ മൃതദേഹ പേടകം ബസിലിക്കായുടെ ബലിപീഠത്തിൻ്റെ മുൻപിലേക്ക് എത്തിക്കുകയാണ്. ഇരുവശങ്ങളിലുമായി കർദിനാളന്മാർ അണിനിരന്നിരിക്കുന്നു.
പരിശുദ്ധ പാപ്പായുടെ സാർവത്രിക സഭാ തലവൻ എന്നുള്ള നിലയിലെ ഔദ്യോഗിക ദേവാലയമാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക. പത്രോസ് അപ്പോസ്തലൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ആ സെയിൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിലാണ് പരിശുദ്ധ പാപ്പാമാർ ഔദ്യോഗികമായ തിരുക്കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ അവസാനമായി ഒരു വട്ടം കൂടി തൻ്റെ ഔദ്യോഗിക ദേവാലയത്തിൻ്റെ ബലിപീഠത്തിന് മുമ്പിലേക്ക് നിശ്ചേഷ്ടനായി എത്തുകയാണ്. സെയിൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ അൾത്താരയാണ് നാം കാണുക. ഈ അൾത്താരയുടെ അടിയിലാണ് ആദ്യ പാപ്പയായിരുന്ന വിശുദ്ധ പത്രോസിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. പരിശുദ്ധ പാപ്പായുടെ മൃതദേഹ പേടകം ഇപ്പോൾ മരിയ മജോരെ ബസലിക്കയിലേക്ക് സംവഹിക്കുവാനുള്ള പ്രദക്ഷിണത്തിനായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സെയിൻറ്റ് പീറ്റേഴ്സ് ബസലിക്കായുടെ മണികൾ പരിശുദ്ധ പിതാവിൻ്റെ വിയോഗം അന്ത്യയാത്ര അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ശോകസാന്ദ്രമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമുവും ഉൾപ്പെടെ 55-ലേറെ ലോക രാഷ്ട്ര നേതാക്കന്മാർ 170ഓളം രാഷ്ട്ര പ്രതിനിധികൾ പങ്കെടുത്ത പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ അന്തിമ യാത്രാ ശുശ്രൂഷ വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഇനി അങ്ങോട്ട് പരിശുദ്ധ പിതാവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മേരി മേജർ ബസലിക്കായിലേക്കുള്ള പ്രദക്ഷിണമാണ്.